സ്പോട്ട് ലൈവ് തുടരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. 2 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. റാമിനെ കോടതി വിട്ടയച്ചത് നടപടിക്രമങ്ങളിലെ വീഴ്ചയെ തുടർന്നാണ് ആരോപണം. ഇന്നലെ റാമിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. Please take them. I am arrested. I'll go. I am jail. I am going jail. I am going jail. I am going jail. No problem. Take them. Take them. Please. No problem. I will go. No. I will arrest me. I will arrest me. No problem. I will arrest. Please take them. I am arrested. ഇവിടെ കോർട്ടിൽ നിന്ന് 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് റിലീസായി അപ്പം വീഡിയോ ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചുറ്റും കൂടി മെല്ലനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാറിനെ നമ്മൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു, കാറിലിരുത്താൻ വേണ്ടി. നടന്ന് ഇവിടെ വരെ പുറത്ത് വരെ വരാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ തന്നെ കോടതിൻ്റെ ഉള്ള ആ ടേണിങ് കഴിഞ്ഞ അപ്പാട് എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ ആരോ തട്ടി മാറ്റി പിടിച്ച് വലിച്ചു ഇവരെ. അപ്പോൾ നോക്കുമ്പോൾ DYSP ആയിരുന്നു, എനിക്ക് പേരറിയില്ല, DYSP ആണ് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത് എൻ്റെ കൈയും തട്ടി മാറ്റി ഞങ്ങൾ റീ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സർ തീരെ നടക്കാൻ പറ്റുന്നില്ല, കോടതി ഇപ്പോൾ വിട്ടതല്ലേ, അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി പിടിച്ച് വലിച്ച് കാറിലിരുന്ന് 2-3 പോലീസും കാറിലിരുന്ന് കൊണ്ടുപോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 ലേഡീസ് മാത്രമായിരുന്നു, ആണുങ്ങളൊക്കെ ബാക്കോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കൊണ്ടുപോയി. അതും കണ്ണൂർ ഭാഗത്തേക്കല്ല പോയത്, നോക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആകെ വെറീഡായി. എന്നിട്ടാണ് പിന്നാലെ വന്ന് നിങ്ങളെ വിളിച്ചത്. എന്താ പറ്റുന്നത് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. വളരെ നാടകീയമായ സംഭവവികാസങ്ങളാണ് ഇന്നലെ ഡോക്ടർ റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായത്. തന്നെ തള്ളി മാറ്റിയാണ് റാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഭാര്യ ആരോപിക്കുന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് കണ്ണൂരിൽ നിന്നും. ബൈജു, ഇന്നലെ വൈകിട്ട് മുതൽ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട നാടകീയമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയതാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ സ്പോട്ട് ലൈവ് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഡോക്ടർ റാമിൻ്റെ അറസ്റ്റ് കാരണം 100 ദിവസത്തിന് ശേഷമാണ് ഈ പ്രമാദമായ കേസിൽ ഈ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ അന്വേഷണ സംഘത്തിന്, ക്രൈംബ്രാഞ്ചിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. പ്രതിയെ വിട്ടയക്കുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന കാര്യമായിരുന്നു കോടതി ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് വീണ്ടും ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിട്ടയച്ച സാഹചര്യമാണുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്നത്? ഇതുപോലുള്ളൊരു പ്രമാദമായ കേസിൽ ഒരു കാരണവശാലും അന്വേഷണ സംഘത്തിന് വീഴ്ച ഉണ്ടാകാൻ പാടില്ല. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നൽകുന്ന വിശദീകരണം എന്താണ്? ഇനി എന്നാണ് ഡോക്ടർ റാമിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ടോമെ, വളരെ പ്രമാദമായ ഒരു കേസ്, വലിയ പ്രതിഷേധമുയർന്ന കേസ്. ആ കേസിലെ 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കോടതി ഈ പ്രതിയെ വെറുതെ വിട്ടേക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസിനോട് പറയുന്നു, വീണ്ടും അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കൂ, അപ്പോൾ പരിഗണിക്കാമെന്നാണ്. അതായത് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റാമിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റാമിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം, നോട്ടീസ് നൽകണം, എന്ത് കുറ്റത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ചാർജുകളാണ് റാമിനെതിരെ ഉള്ളത്, എത്രത്തോളം വിദ്യാർത്ഥികളാണ് റാമിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്, അത്തരം വിശദാംശങ്ങൾ റാമിനെ അറിയിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യാം. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് അങ്ങനെയായിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ കേസിൽ തുടക്കം മുതലേ തന്നെ പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. കാരണം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിതിൻ രാജ് ഇത്തരത്തിൽ 3-ാം നിലയിൽ നിന്നും, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നും ചാടി ജീവനൊടുക്കാൻ കാരണമെന്ന തരത്തിലൊക്കെ വരുത്തി തീർക്കാൻ തുടക്കത്തിൽ ശ്രമമുണ്ടായിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുണ്ടായി. അതേ തുടർന്നാണ്
ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം ഏൽപ്പിക്കുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഈ റാം എന്ന് പറയുന്ന ഈ കേസിലെ 1-ാം പ്രതിയെ പിടികൂടാൻ അവർക്ക് 101 ദിവസം വേണ്ടി വന്നു. അതും ഈ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ റാമിനെ പിടികൂടുന്നത്. മാത്രമല്ല ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു അന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് എന്തുകൊണ്ട് റാമിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതുൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് സംഭവിക്കുന്ന തരത്തിലൊക്കെ ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായിരുന്നു. പിന്നീട് ആന്ധ്രയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം ഈ റാമിനെ കസ്റ്റഡിയിലെടുക്കാൻ പോയിരുന്നു. പക്ഷെ അവിടെ നിന്നും റാമിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഏതായാലും റാം ഈ ഒരു ദിവസങ്ങളിലൊന്നും, അതായത് ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി ജീവനൊടുക്കുന്നത്. ആ ഏപ്രിൽ 10 മുതൽ ഈ പിടികൂടുന്ന സമയം വരെ റാമിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായി. അതോടൊപ്പം കർണാടകയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിന് അവിടെ നിന്നൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഏറ്റവും ഒടുവിലായി ഇന്നലെ കുടകിൽ വെച്ചാണ് ഈ താടി വെച്ച നിലയിൽ ആള് വേഷം മാറിയ നിലയിൽ മാറിയ നിലയിൽ ഇങ്ങനെ പോലീസ് പിടികൂടുന്നത്. അത് പുലർച്ചെ 4 മണിക്ക് പിടികൂടുന്നു. 9 മണിയോടുകൂടി ഈ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിക്കുന്നു. പിന്നീട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷം വൈദ്യപരിശോധന കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ വൈകിട്ട് ഹാജരാക്കിയതോടുകൂടിയാണ് നാടകീയമായ നീക്കങ്ങൾ ഉണ്ടായത്. ഈ റാമിന്റെ ഈ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രധാനമായും റാമിന്റെ അഭിഭാഷകർ പറഞ്ഞത് ഇതിൽ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് റാമിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അവർ വാദിച്ചു. അതായത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റാമിനെ അറിയിച്ചില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴാണ് മജിസ്ട്രേറ്റ് ഈ കാര്യത്തിൽ റാമിനെ വിട്ടയച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വരുന്നത്. പക്ഷെ അതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ബലം പ്രയോഗിച്ച്, അതായത് ഇവരുടെ ഭാര്യ ആരോപണം ഉന്നയിച്ചതാണ്, ദിൽന എന്ന് പറയുന്ന ഡോക്ടർ റാമിന്റെ ഭാര്യ ഈ ആരോപണം ഉന്നയിച്ചു. ബലം പ്രയോഗിച്ച് റാമിനെ കോടതി വളപ്പിൽ നിന്നും പോലീസ് പിടിച്ചു കൊണ്ടുപോയി പിന്നീട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച് അവിടെ നിന്നും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസത്തിനകം ഇന്ന കേസിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്നും നാളെയുമാണ് അതിന് സമയം കൊടുത്തിട്ടുള്ളത്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ റാം ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം തന്നെ രാത്രിയോടുകൂടി തന്നെ റാമിനെ വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. വലിയ അതൃപ്തി രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേക സംഘത്തെ നേരത്തെ രൂപീകരിച്ചിരുന്നു. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ സംഘത്തെ മാറ്റണം എന്നൊരു ആവശ്യമൊക്കെ ഉയർന്നിരുന്നു. ഏതായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ റാമിനെ ഇത്തരത്തിൽ കോടതിയിൽ ഉണ്ടായിരുന്ന ഈ നടപടിക്രമങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇനി എന്താണ് ഇനി അടുത്ത നടപടി? അതായത് ഈ റാം ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.